പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ കാര്യങ്ങൾ സുപ്രധാനമായ വഴിത്തിരിവിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതം തകർത്ത ആരെയും വെറുതെ വിടുകയില്ല എന്നുള്ള ഭീഷണിയുമായി മുന്നിലേക്ക് എത്തുന്ന വിക്രം കല്യാണിയെയും കിരണിനെയും കൊല്ലും എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഇത് കേൾക്കാൻ ഇടയാകുന്ന കിരൺ, നീയൊന്നും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുകയും നിന്നെയൊക്കെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് കൃത്യമായി അറിയാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വിക്രം. പക്ഷേ ഇതിന് പ്രതികാരം ചെയ്തില്ല എങ്കിൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന വിക്രം സരയുവിനെ ചെന്ന് കണ്ട് പുതിയൊരു സഖ്യം രൂപവൽക്കരിച്ചിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും കാര്യങ്ങൾ വിട്ടുകളയരുത്, തിരിച്ചടിക്കണം. അതുമാത്രമാണ് മനസ്സിൽ വേണ്ടത്. അവരെ കൊല്ലുക തന്നെ വേണം. അവരില്ലാതായാൽ മാത്രമാണ് എനിക്ക് മനസമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന വിക്രം, അവരുടെ മരണം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് തുറന്നു സമ്മതിക്കുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് സരയു, എനിക്കും ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല, അവരെ തീർക്കണം. അതുതന്നെയാണ് എൻ്റെയും മനസ്സിലുള്ളത്. ഞാൻ കൂടെ നിൽക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സരയു, ഇതേ തുടർന്ന് കാർ ആക്സിഡന്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ്. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ ആക്രമണം തുളസിക്ക് നേരെ ഉണ്ടാകുന്നതും ഒടുവിൽ അപകടം സംഭവിക്കുന്നതും. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.